ഹേയ് വെൽക്കം ടു റയർ സ്കിൽ ഷെയർ. നമുക്കിന്ന് ഇംഗ്ലീഷ് പഠിച്ചാലോ, അതും സിമ്പിൾ പ്രസൻറ്റ്. ഞാൻ സ്ഥിരമായി പല്ല് തേക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഏത് ടെൻസ് ഉപയോഗിച്ചിട്ടാണോ പറയുക, പ്രസൻറ്റ് സിമ്പിളാണോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ? അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കെറ്റിലിൽ വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ടല്ലേ. വാട്ടർ ബോയിൽസ് അറ്റ് 100°C. വെള്ളം 100°C ആകുമ്പോൾ തിളക്കും. ഏത് ടെൻസ് ഉപയോഗിച്ച് പറയും, പ്രസൻറ്റ് സിമ്പിളാണോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ? ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ടും അധികം ഇംഗ്ലീഷാണ് ഉപയോഗിക്കുക. കാരണം ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ലിസണിങ് സ്കില്ല് വർദ്ധിപ്പിക്കാനും കൂടി നമ്മളെ സഹായിക്കും. ബേസിക്കലി ടെൻസസ് ആർ ഡിവൈഡ് ഇൻറ്റു 3 main category: present tense, past tense and future tense. Present tense can be further divided into 4 main category: present simple, present continuous, present perfect and present perfect continuous. So basically I'm going to explain the standard expressions of present simple. In other words, simple present. I work, ഞാൻ വർക്ക് ചെയ്യുന്നു. ഐ വർക്ക്, ഞാൻ വർക്ക് ചെയ്യുന്നു. ഐ ഡോണ്ട് വർക്ക്, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് വർക്ക്, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഡു ഐ വർക്ക്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഡു ഐ വർക്ക്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? യു വർക്ക്, നിങ്ങൾ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്നു. യു ഡോണ്ട് വർക്ക്, നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. ഡു യു വർക്ക്, ഡു യു വർക്ക്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ദേ വർക്ക്, അവർ വർക്ക് ചെയ്യുന്നു. ദേ വർക്ക്, അവർ വർക്ക് ചെയ്യുന്നു. ദേ ഡോണ്ട് വർക്ക്, അവർ വർക്ക് ചെയ്യുന്നില്ല. ദേ ഡോണ്ട് വർക്ക്, അവർ വർക്ക് ചെയ്യുന്നില്ല. ഡു ദേ വർക്ക്, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഡു ദേ വർക്ക്, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ? വി വർക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. വി വർക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. വി ഡോണ്ട് വർക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. വി ഡോണ്ട് വർക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. ഡു വി വർക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഡു വി വർക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഹി വർക്ക്സ്, അവൻ വർക്ക് ചെയ്യുന്നു. ഹി ഡസൻറ്റ് വർക്ക്, ഹി ഡസൻറ്റ് വർക്ക്, അവൻ വർക്ക് ചെയ്യുന്നില്ല. ഹി ഡസൻറ്റ് വർക്ക്, അവൻ വർക്ക് ചെയ്യുന്നില്ല. ഡസ് ഹി വർക്ക്, അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ? അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഷീ വർക്ക്സ്, ഷീ വർക്ക്സ്, അവൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഷീ വർക്ക്സ്, അവൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഷീ ഡസൻറ്റ് വർക്ക്, അവൾ വർക്ക് ചെയ്യുന്നില്ല. ഷീ ഡസൻറ്റ് വർക്ക്, അവൾ വർക്ക് ചെയ്യുന്നില്ല. ഡസ് ഷീ വർക്ക്, അവൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇറ്റ് വർക്ക്സ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇറ്റ് വർക്ക്സ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഡസ് ഇറ്റ് വർക്ക്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഡസ് ഇറ്റ് വർക്ക്? ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. ബേർഡ്സ് ഫ്ലൈ. ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നില്ല. ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ. ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നില്ല. ഡു ബേർഡ്സ് ഫ്ലൈ? ഡു ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുമോ? ഈ പ്രാവൊക്കെ പറക്കുമോ? പക്ഷികൾ പറക്കുമോ? ഡു ബേർഡ്സ് ഫ്ലൈ. ഹീ, അതേപോലെ ഷീ, അതേപോലെ ഇറ്റൊക്കെ വരുമ്പോൾ വെർബിൻ്റെ എസ് ഫോം ഉപയോഗിക്കാൻ മറക്കരുത്. ഹീ വർക്ക്സ്, ഹീ ഡസൻറ്റ് വർക്ക്, അതേപോലെ ഡു അല്ല ഡസ് ഉപയോഗിക്കണം. ഹീ ഡസൻറ്റ് വർക്ക്, ഡസ് ഹീ വർക്ക്. ഷീ ഡസൻറ്റ് വർക്ക്, ഡസ് ഷീ വർക്ക്. ഇറ്റ് വർക്ക്സ്, ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഡസ് ഇറ്റ് വർക്ക്. ഡസ് ഉപയോഗിക്കണം അവിടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടുകൂടി നമ്മളെ ഇതിൻ്റെ ബേസിക് എക്സ്പ്രഷൻസ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കാം. ഏതൊരു കാര്യം എക്സാമ്പിളിലൂടെ പഠിക്കുന്നില്ല ഏറ്റവും നല്ലത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഹാബിച്വൽ ആക്ഷൻ. നമ്മുടെ ശീലങ്ങളുണ്ടല്ലോ, നമ്മൾ ശീലങ്ങൾ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഐ യൂഷ്വലി ബ്രഷ് മൈ ടീത്ത്. ഐ യൂഷ്വലി ബ്രഷ് മൈ ടീത്ത്, ഞാൻ സാധാരണയായി എൻ്റെ പല്ല് തേക്കാറുണ്ട്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഞാൻ സ്കൂളിൽ സാധാരണയായിട്ട് പോവാറുണ്ട്. അതിനൊക്കെ സിമ്പിൾ പ്രസൻറ്റാണ് ഉപയോഗിക്കാം. ഐ ഗോ, ഐ യൂഷ്വലി ബ്രഷ് മൈ ടീത്ത്. അതേപോലെ തന്നെ ഫാക്ട്സ്. സോ എന്തെങ്കിലും സത്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. ഫാക്ട്സ്, വി ക്യാൻ യൂസ് സിമ്പിൾ പ്രസൻറ്റ് ഫോർ ഫാക്ട്സ്. ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഡയറക്ഷൻസ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട്, അതിനും സിമ്പിൾ പ്രസൻറ്റാണ്. ആർക്കെങ്കിലും പ്രോമിസ് ചെയ്യണമെന്നുണ്ട്, അതിനും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഇനി നാളെ ടൈം ടേബിൾ ആക്ഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം, അതിനും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾക്ക് കൂടാതെയും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഈ കൂടുതൽ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഫാക്ട്സ്, ഇൻസ്ട്രക്ഷൻസ്, ഡയറക്ഷൻസ്, പ്രോമിസ്, അതെല്ലാം അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നേക്കാളും കൂടുതൽ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും.